CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ AK ബാലൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ AK ബാലൻ. ഈ ഞായറാഴ്ച രാവിലെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് താങ്കളോട് പങ്കുവയ്ക്കാനുള്ളത്. ശശി തരൂർ കോൺഗ്രസിനെതിരെ തുറന്നടിച്ചുകൊണ്ടൊരു അഭിമുഖം കൊടുത്തിരിക്കുകയാണ്. തനിക്ക് മറ്റു വഴികളുണ്ട്, നേതൃത്വത്തിന് എന്നെ വേണ്ടെങ്കിൽ പറയൂ എന്നാണ് അഭിമുഖത്തിൽ പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. സംസാരിക്കുന്നത് അതെ അതെ. കോൺഗ്രസിനൊരു പേടി സ്വപ്നമാണ് ശശി തരൂർ. അദ്ദേഹത്തെ തൊടാൻ സാധിക്കില്ല, അതാദ്യം മനസ്സിലായിക്കോളൂ. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കാൻ വന്നത് മുതൽ ജയിക്കുമെന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. തുടങ്ങിയതാണ് ഈ പാരവെപ്പ്. അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തിന്റെ പേര് ഏതെങ്കിലും രൂപത്തിൽ ഹൈക്കമാൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സ്ഥിതി എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് തലമുണ്ടാക്കി ഉറക്കില്ലിപ്പോ. അത് ഇത് യഥാർത്ഥത്തിൽ ഒരു നിമിത്തായിരുന്നു. പക്ഷേ ശ്രീ AK ബാലൻ, അത് അധികാരത്തിലെത്തിയാലല്ലേ മുഖ്യമന്ത്രി ആകാൻ പറ്റൂ? അത്രയേ ഉള്ളൂ. പക്ഷെ അതിനിപ്പം പ്രൈവറ്റ് സെക്രട്ടറിമാരെയും അത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെയും ഇപ്പൊ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞില്ലേന്ന്. റിട്ടയർഡ് DYSPമാരെയും റിട്ടയർഡ് SP-മാരെയും IAS-കാരെയും ഒക്കെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഘട്ടത്തിൽ KPCC പ്രസിഡന്റായിരുന്ന സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് വന്നു പോകും എന്ന ആശങ്കയിൽ കൂടോത്തരം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ കുഴിച്ചിട്ട് അതൊരു വർഷം കഴിയാൻ ശേഷം കണ്ടുപിടിച്ചത്. അപ്പൊ സുധാകരൻ പറഞ്ഞെന്താണെന്നറിയോ? ഇത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ തലകുത്തി പോകുമായിരുന്നു എന്നാണ്. ആ പാർട്ടിയാണ് ഒരു കൂടോത്തര പ്രദേശ് കോൺഗ്രസ് പാർട്ടിയാണിത്. ഇതില് ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല. വിവരമുള്ള, അക്ഷരജ്ഞാനമുള്ള, ചിന്തിക്കുന്ന ഒരാൾക്കും അതിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരും ഇപ്പം വഴിമാറി ചിന്തിക്കുന്നത്. കുറെ നല്ല ശ്രീ AK ബാലൻ, അങ്ങയുടെ വാക്കുകളിൽ ഞാനൊരു സന്തോഷം കാണുന്നുണ്ട്. ശശി തരൂർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് ഓപ്ഷൻ CPIM ആയിരിക്കുമോ? കാരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ, വ്യവസായ മേഖലയിലെ നേട്ടങ്ങളെയൊക്കെ പുകഴ്ത്തിയ അതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ശശി തരൂർ കൂടുതൽ കോൺഗ്രസിന് അസ്വീകാര്യനായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇടത്തേക്കാണോ വരവ്? ഇക്കാര്യത്തിൽ ഒരു അമിതമായ വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞാൻ ആ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം അദ്ദേഹം പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അത് അദ്ദേഹം പറയണം. അതിനുള്ള മറുപടി ഞങ്ങൾ അതേ ഭാഷയിൽ ഞങ്ങൾ പറയും. അതാണോ കോൺഗ്രസ് ചെയ്തത്? അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായി 2-3 രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാം റെഫ്യൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ടല്ലേ ജനതയോട് പറയേണ്ടത് ഇദ്ദേഹം പറയുന്നത് തെറ്റാണെന്നുള്ളത്. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തയ്യാറാക്കി കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പരാമർശിച്ചത് എന്ന് ശശി തരൂർ തന്നെ ലോകത്തോട് പറഞ്ഞില്ലേ. അപ്പൊ ആധികാരികമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ചെയ്യേണ്ട എന്താ? ആ രേഖകളെ റെഫ്യൂട്ട് ചെയ്യണം. അതിന് തയ്യാറായില്ലല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ നാട് നീളെ അതിൻ്റെ അകത്ത് ഒരാളും ചിന്തിക്കാൻ പാടില്ല എന്നാണോ, പ്രതികരിക്കാൻ പാടില്ല എന്നാണോ? എന്ത് തെറ്റായിപ്പോൾ അയാൾ ചെയ്തിട്ടുള്ളത്? അയാളിപ്പോ മുഖ്യമന്ത്രി AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഗളമരം കരീബിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അദ്ദേഹം വേദിയിലിരുത്തിയിട്ട് ഞാൻ കേട്ടതില്ലേ, സംസാരിച്ചിട്ടില്ലേ? ഉമ്മൻചാണ്ടി സംസാരിച്ചിട്ടില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച്? ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണെന്നൊരു തെറ്റ്? അതൊരു ഒരു 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 അന്തസ്സ് ഉള്ള ഒരു രാഷ്ട്രീയമല്ലേ അത്? സത്യസന്ധമായ കാര്യങ്ങൾ ശശി തരൂരിനെ പക്ഷെ ആ രീതിയിൽ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ്, ശശി തരൂരിന്റെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആ പാർട്ടിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്നത് ഒരു പ്രശ്നമായി തന്നെ പൊതുസമൂഹത്തിലും ചർച്ചയാകില്ലേ? അത് കോൺഗ്രസിന്റെ സാധ്യതകളല്ലേ ഇല്ലാതാക്കുക? ഇത്രയും നല്ല ഒരു നേതാവിനെ നിങ്ങൾ പുകച്ച് പുറത്തു ചാടിച്ചില്ലേ എന്ന് ശശി തരൂർ ഒരുപക്ഷെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയായിരിക്കില്ലേ ജനം വിലയിരുത്തുക? അത് ഈ വരാൻ പോകുന്ന പൊട്ടിത്തെറിയെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് മുസ്ലിം ലീഗാണ്. അവർക്കാണെങ്കിൽ ഒരു ദിവസം ഇനി ഭരണമില്ലാതെ ജീവിക്കാനേ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ വേണ്ടെങ്കിലും കോൺഗ്രസിന് ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഡൽഹി പോവാണ് സബൂറാക്കാൻ വേണ്ടിയിട്ട്. ഏത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള അഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ തങ്ങളാ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം കോൺഗ്രസിന്റെ പരിതാപകരമായ സ്ഥിതിയെ സംബന്ധിച്ച്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സംശയം വേണ്ട കേട്ടോ. ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു. അതിനെതിരായിട്ടൊന്നും ഒരു മനുഷ്യൻ മാറും എന്ത് പണി 18 അടവ്
പയറ്റിയാലും നടക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും, ശക്തമായ നേതൃത്വം അതിനുണ്ടാകും. ഇവരെന്ത് കളിച്ചാലും ജമ്മത്തിൽ ആ മൂന്നാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ അതിൽ ശശി തരൂരും കൂടെ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. താങ്കൾ അതിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി. അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പ്രവചിക്കാൻ എനിക്ക് പറ്റില്ല. രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ മാറി 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 വരും. എന്തെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ആരൊക്കെ മാറി വന്നിട്ടുണ്ട്, അതൊന്നും ഇപ്പം പറയാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കാര്യമുണ്ട്. എന്തായാലും ശശി തരൂർ ഉയർത്തിയ വിഷയം സജീവമാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ എ കെ ബാലൻ. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എ കെ ബാലനാണ് നമുക്കൊപ്പം ചേർന്നത്. ശശി തരൂരിന്റെ പ്രതികരണമാണ് ഇനി ഇതിൽ അറിയേണ്ടത്. ആ പോഡ്കാസ്റ്റ് 26-ാം തീയതി, 2 ദിവസം കൂടിയുണ്ട് അത് പുറത്തു വരാൻ. പക്ഷേ അതിലെ ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്നു. ശശി തരൂർ ഉയർത്തിവിട്ടിരിക്കുന്നത് ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെയാണ്. അതിനോട് എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുക എന്ന് നമുക്ക് നോക്കാം.